ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ്. 2025 മെയ് മാസം 18-ാം തീയതി, അതായത് കൊല്ലവർഷം 1200-ാം ആണ്ട് ഇടവമാസം 4-ാം തീയതി ഞായറാഴ്ച രാത്രി 9:30 മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രാഹു കുംഭം രാശിയിലേക്കും കന്നി രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കേതു ചിങ്ങം രാശിയിലേക്കും മാറുകയാണ്. അങ്ങനെയുള്ള ഈ രാശിമാറ്റ സമയം അത് 1.5 വർഷമാണ് ആ രാശിയിൽ അങ്ങനെ സ്ഥിതി ചെയ്യുക. അതായത് 18 മാസം കുംഭം രാശിയിൽ രാഹു, അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽ കേതുവും സ്ഥിതി ചെയ്യും. കേതുവും അതുപോലെ തന്നെ രാഹുവും രണ്ട് നിഴൽ ഗ്രഹങ്ങളാണ്. പൊതുവെ പാപഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടും. ഈ ഗ്രഹങ്ങൾ പല കാര്യങ്ങൾക്കും പാപഗ്രഹങ്ങളാണെങ്കിലും പല കാര്യങ്ങൾക്കും അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഭാഗ്യാവസ്ഥകളും കൊണ്ടെത്തും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ വലിയ അധപ്പതനത്തിൽ കൊണ്ട് ചാടിക്കാനും ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ട് ഓരോ നക്ഷത്രക്കാരും ഏതേത് കാര്യങ്ങൾക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നത് ഗോചര ഫലമാണ്. ജാതകാലൊക്കെ കൂടി ദോഷമാണെങ്കിൽ അധിക ദോഷങ്ങൾ വരികയുള്ളൂ. ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ഒക്കെ അറിയുന്നതിന് ജാതകം നോക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ രാഹു മാറ്റം ഇപ്പോൾ 11-ാമിടത്ത് ഉപജയസ്ഥാനത്തേക്കാണ് കുംഭം രാശിയുടെ മാറുന്നത്. അപ്പോൾ അത് അത്ര പ്രതീക്ഷിച്ചതുപോലെ നന്മയേക്കാൾ വളരെ ജാഗ്രത പാലിച്ചെങ്കിൽ മാത്രമേ ക്ലേശങ്ങളിൽ നിന്ന് മുക്തരായിട്ട് നന്മ നേടിയെടുക്കുവാനായിട്ട് സാധിക്കൂ. അതായത് കേതു എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങത്തിൽ വരുന്നത് ആ ഗോചരാൽ മേടം രാശിയുടെ 5-ാം ഭാവമാണ്, പ്രതിഭാസ്ഥാനമാണ്. പ്രതിഭാസ്ഥാനത്ത് കേതു സ്ഥിതി ചെയ്യുന്നത് അത്ര നല്ലതല്ല. രണ്ട് ഗ്രഹങ്ങൾ ഒരുപോലെയാണ് മാറുന്നത് പുറകോട്ട്. അപ്പോൾ പല കാര്യങ്ങൾ ഗുണവും ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എതിർവശം ദോഷവും ചിന്തിക്കാം. പ്രജ്ഞ, പ്രതിഭ, മേധ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, മാതൃതഞ്ച, ചിന്തനീയം, പഞ്ചമഭാത് എന്ന പ്രമാണപ്രകാരം ഈ 5-ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ 1.5 വർഷമുണ്ട്. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകും. അത് മനസ്സറിയാത്ത കാര്യത്തിനായിരിക്കും. അതുകൊണ്ട് എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നവരും കൊള്ളുകേലാത്ത, ഒന്നിനും കൊള്ളുകേലാത്ത പ്രണയങ്ങൾ ഏറ്റവും ഉത്തമമാണ് എന്നുള്ള നിലയ്ക്ക് അങ്ങ് പറഞ്ഞ് ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പേരുദോഷമാക്കി മൊത്തത്തിൽ മാനാപമാനങ്ങളും അപഖ്യാതികളും ഉണ്ടാകുവാൻ വളരെ സൂചന ഏറ്റവും പ്രധാനമാണ് ഈ കേതുവിന്റെ 5-ലെ സ്ഥിതി കൊണ്ട്. എന്നാൽ രാഹു 11-ാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും സുഖാനുഭവങ്ങളും വന്നു ചെയ്യും. സന്തോഷം. ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ കലാകാരന്മാർക്ക് ഛായാഗ്രഹണ വിഭാഗത്തിൽ, അതായത് മറുജാതി, മറുഭാഷ, മറു സംസ്കാരം, വേറെ സംസ്കാരവുമായി ബന്ധപ്പെടുന്നതിനോ മറ്റ് സമുദായക്കാരുമായി ബന്ധപ്പെടുന്നതിന്, നമ്മുടെ സമുദായമല്ലാത്ത മറ്റ് സമുദായക്കാരുമായി ബന്ധപ്പെടുക, അതിൽ നിന്ന് ചില നേട്ടങ്ങളും ചില കാര്യങ്ങളും മനസ്സിലാക്കി തൊഴിൽ രംഗത്ത് ബിസിനസ് ആയാലും ഷെയർ മാർക്കറ്റിങ്ങിനൊക്കെ ഏറ്റവും നല്ല അനുകൂലമാണ് ഈ 11-ലെ കേതു. എന്നാൽ അതുപോലെ തന്നെ തകർന്നടിയുവാനും ഈ രാഹുവിന്റെ സ്ഥിതി കൊണ്ട് സൂചകമാണ്. 11-ലെ രാഹു സ്ഥിതി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് കൂട്ടിയിട്ടതുപോലെ വൻതുക വന്നു ചേരുവാൻ യോഗമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തുവാനും സൂചനയുള്ളതിനാൽ അതീവ ശ്രദ്ധയും ജാഗ്രതയോടും കൂടി വേണം പ്രവർത്തിക്കുവാൻ. കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് ഉള്ളതാണല്ലോ വിജയം.
അത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. രാഹു 11-ാമിടത്ത് നിൽക്കുമ്പോൾ 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളത് മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 3-ാം ഭാവമാണ്. അവർക്ക് അപ്രതീക്ഷിതമായ ചില ഇതിനു മുമ്പ് ഇല്ലായിരുന്ന ചില സാഹസികതയും ധൈര്യവും വീര്യവും ഒക്കെ വന്നു പെടുകയും ലഹരി പദാർത്ഥങ്ങളോട് ഒരു ആസക്തിയോ ഒക്കെ വന്നു പെടുവാൻ സൂചനയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആൺകുട്ടികളായാലും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളായാലും പ്രായമായവരായാലും, അതായത് വിവാഹം കഴിച്ച് ജീവിക്കുന്നവർ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ കൊള്ളുകേലാത്ത ബന്ധങ്ങൾ വന്നു ചേരുവാൻ സൂചനയുണ്ട്. സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ ഇല്ല എങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുവാനും, ഇപ്പോൾ ഉള്ള നിയമ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്ന് വിടുതൽ കിട്ടുവാനും ഒക്കെ ഈ രാഹുവിന്റെ സ്ഥിതി കൊണ്ട് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെയാണ് മനക്ലേശം. ഓരോ കാര്യത്തില് മനസ്സ് ചഞ്ചലമാകുന്നത് വളരെ ദോഷമാണല്ലോ. രാഹു ശനിയുടെ സ്വഭാവവും കേതു ചൊവ്വായുടെ സ്വഭാവവുമാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആകാം. എങ്കിലും ഈ രാഹുവും കേതുവും സ്ഥിതി ചെയ്യുന്ന രാശി ഏതാണോ ആ രാശിയുടെ അധിപന്റെ സ്ഥിതി അനുസരിച്ച് മാറുക. അതായത് കേതു ചിങ്ങൻ രാശിയിൽ അവിടെ സൂര്യന്റെ ആധിപത്യമുള്ള രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ ഓരോ മാസവും രാശി മാറും. അപ്പൊ ഓരോ മാസവും കേതുവിന്റെ സ്വഭാവത്തിലും അനുഗ്രഹം തരുന്ന കാര്യത്തിലും വ്യത്യാസം വരും. അതുപോലെ തന്നെ ശത്രുരാശിയിലേക്ക് സൂര്യൻ മാറുമ്പോൾ ശത്രുക്കൾ വർദ്ധിക്കുക, അതുപോലെ കേതുവിനെ കൊണ്ടും അത് ഉണ്ടാകാം. മിത്രഭാവത്തിലേക്ക് സൂര്യൻ മാറുമ്പോൾ മിത്രങ്ങൾ വന്നു ചേരും. അങ്ങനെയൊക്കെ ഓരോ മാസവും ചില പെട്ടെന്ന് ഗ്രോത്ത് ആകുന്നത് പോലെ തന്നെ ഡൗൺ ആകുകയും ചെയ്യും. സാമ്പത്തികമായിട്ടായാലും മറ്റ് ആരോഗ്യ കാര്യങ്ങളിലും അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. പ്രധാനമായിട്ട് മേടം രാശിക്കാരായിരിക്കുന്നവർക്ക് 7.5 ശനി ആരംഭിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഒരു വർഷത്തേന് വ്യാഴം അനിഷ്ടത്തിലാണ്. അപ്പോൾ വളരെ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും വേണം എന്ന് സൂചിപ്പിക്കുന്നു. പ്രധാനമായിട്ട് നാഗരാജ പ്രീതികരമായിട്ട് നാഗ പ്രതിഷ്ഠയുള്ള സമയത്ത് പോയി ആയില്യ പൂജകൾ ചെയ്യുകയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് നന്നായി പ്രാർത്ഥിക്കുക. അതുപോലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രാഹുർ പൂജയും കേതുർ പൂജയും ചെയ്യുന്നതും വളരെ അനുകൂലമാണ്. വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിച്ച് പ്രാർത്ഥിക്കുന്നതും രാഹുവിന്റെയും കേതുവിന്റെയും ഒക്കെ അനുഗ്രഹം കിട്ടി, മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കിട്ടി, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കിട്ടി ദൈവാധീനം വർദ്ധിക്കുവാനൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ അഭിവൃദ്ധിയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.